കാസർഗോഡ് ജില്ലയിൽ പാലാവയലിൽ പാറേക്കുടിയിൽ സ്രാമ്പിക്കൽ പ്രവീൺ സെബാസ്റ്റ്യൻ്റെ വീടാണിത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലാവയലിൽ നിന്നും തയ്യാനിക്ക് പോകുന്ന വഴി 1/2 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ പറവട്ടിപ്പൊയിൽ എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമസ്കാരം. സ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കാസർഗോഡ് ജില്ലയിൽ പാലാവയലിൽ താമസിക്കുന്ന പാറേക്കുടിയിൽ സ്രാമ്പിക്കൽ പ്രവീൺ സെബാസ്റ്റ്യനെയും കുടുംബത്തെയുമാണ്. പ്രവീൺ സെബാസ്റ്റ്യൻ്റെ ഒരു പൂർവ്വ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, സ്രാമ്പിക്കലിൽ നിന്നും മറ്റത്തിൽ താമസമാക്കിയ ശ്രീ മിഖായലിന് 9 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ 3ാമത്തെ മകനാണ് ദേവസ്യ മറ്റത്തിൽ കയ്യൂർ തർത്തനാനിലാണ് താമസിച്ചിരുന്നത്. ദേവസ്യയ്ക്ക് 11 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ആൺമക്കളിൽ 4ാമത്തെ ആളാണ് മാത്തച്ഛൻ എന്ന് വിളിക്കുന്ന മാത്യു ദേവസ്യ. മാത്യു ദേവസ്യയുടെ ഏറ്റവും മൂത്ത മകനാണ് അപ്പച്ചൻ എന്ന് വിളിക്കുന്ന സെബാസ്റ്റ്യൻ. മാത്യു ദേവസ്യയ്ക്ക് 5 മക്കളാണ് ഉണ്ടായിരുന്നത്. 4 ആണും 3 പെണ്ണും. അതിൽ അപ്പച്ചൻ്റെ ഏറ്റവും മൂത്ത മകനാണ് പ്രവീൺ സെബാസ്റ്റ്യൻ. മാത്യു എന്നാണ് ഒഫീഷ്യലുള്ള പേര്. പാലാവയലിലാണ് താമസിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലാണ്. പ്രവീണിനെ കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. പ്രവീൺ എത്ര കാലമായി പാലാവയൽ വന്ന് താമസം ആരംഭിച്ചിട്ട്? ഞാനിപ്പം പാലാവയലിൽ വന്നിട്ട് ഏകദേശം 10 വർഷത്തോളമായി. 10 വർഷത്തോളമായി. പക്ഷെ പാലാവയലിനും മുമ്പ് മലാങ്കടവിലാണ് താമസിച്ചിരുന്നത്. ഈ മലാങ്കടവിൽ വന്നത് ഫാദറായിട്ടാണോ ഗ്രാൻഡ് ഫാദറായിട്ടാണോ? ഗ്രാൻഡ് ഫാദറായിട്ടാണ് വന്നത്. എത്ര കാലമായി മലബാറിലേക്ക് വന്നിട്ട്? ഏകദേശം 60 വർഷമായി. മലബാറിലേക്ക് വരുന്നതിന് മുമ്പ് എവിടെയായിരുന്നു അറിയാവോ? പാല മുലമറ്റം ഭാഗത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പ്രവീൺ എന്ത് ചെയ്യുന്നു? ടിമ്പർ ബിസിനസ്സാണ്. ദീർഘകാലമായിട്ട് ഈ ഫീൽഡിലാണ് അല്ലേ? 30 വർഷമായിട്ട് ഈ ഫീൽഡിലാണ്. ഫാദറും ഈ ഫീൽഡിലായിരുന്നു ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണം നിങ്ങൾ സഹോദരങ്ങൾ ഈ ഫീൽഡിൽ തന്നെ ഉണ്ട് അല്ലേ? പ്രവീണിൻ്റെ അമ്മ നമ്മുടെ ഒപ്പം ഉണ്ട്. ചേച്ചിയുടെ പേരെന്തായിരുന്നു? ലൂസി. ചേച്ചിയുടെ വീട് എവിടെയായിരുന്നു? വിലങ്ങാട്, അതായത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോടിനടുത്ത് വിലങ്ങാടാണ് വീട്. വീട്ടുപേര് പാലോലിൽ നിന്നാണ് വീട്ടുപേര്. പിതാവിന്റെയും മാതാവിന്റെയും ഡീറ്റെയിൽസ് എന്ന് പറയാമോ? പിതാവിന്റെ പേര് വർക്കി. അമ്മയുടെ പേര് മറിയാമ്മ. അമ്മയുടെ വീട്ടുപേര് പാലത്തിങ്കൽ. സ്ഥലം വൈക്കം, ചെമ്പ്. നിങ്ങൾക്ക് 3 മക്കളാണ് ഉള്ളത് അല്ലേ? എനിക്ക് 3. അതിന് ഏറ്റവും മൂത്തയാളാണ് പ്രവീൺ. പ്രവീണിന്റെ ഭാര്യ നമ്മുടെ ഒപ്പം ഉണ്ട്. പേരെങ്ങനെയായിരുന്നു? നിഷ എന്നാണ് പേര്. വീട് ആലക്കോട്. വീട്ടുപേര് കല്ലൂർ. ആലക്കോട് കല്ലൂർ കുടുംബാംഗമാണ്. മാതാപിതാക്കന്മാര്? പപ്പയുടെ പേര് മാത്യു എന്നാണ് പപ്പയുടെ പേര്. അമ്മയുടെ പേര് ലീല. അമ്മയുടെ വീട്ടുപേര് എന്തായിരുന്നു? കൂത്തൻപറമ്പിൽ. സ്ഥലം ആലക്കോട് തന്നെ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 18 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. നിങ്ങൾക്ക് 3 കുട്ടികളാണുള്ളത്. അതിൽ മൂത്തയാളാണ്. മോളുടെ പേരെന്താണ്? ആൻമേരി. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാനിപ്പം 10th പാസ് ഔട്ട്. 10th കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഏത് സ്കൂളിലാണ് പഠിച്ചത്? ആർക്കേഞ്ചൽ സ്കൂൾ, കന്നിക്കട. CBSE സ്കൂളാണ്. കന്നിക്കട എന്നുള്ള സ്ഥലത്തുള്ള ആർക്കേഞ്ചൽ സ്കൂളിലാണ് 10th സ്റ്റാൻഡേർഡ് ഇപ്പോൾ എഴുതിയിട്ട് നിൽക്കുകയാണ്. നല്ല റിസൾട്ട് പ്രതീക്ഷിച്ച് നിൽക്കുന്നു അല്ലേ? മോന്റെ പേര് പ്രിൻസ് സെബാസ്റ്റ്യൻ പ്രവീൺ. മോനും സെയിം സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. എത്ര സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്? 5th സ്റ്റാൻഡേർഡിലാണ്. 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഏറ്റവും ഇളയ കുട്ടി ഉണ്ട്. എത്ര വയസ്സായി മോൾക്ക്? 2.5 വയസ്സായി. മോളുടെ പേര് സേറ എന്നാണ് മോളുടെ പേര്. 2.5 വയസ്സ് ആയതേ ഉള്ളൂ. പ്രവീണിന് 2 സഹോദരന്മാർ കൂടിയുണ്ട് അല്ലേ? ആ സഹോദരന്മാരുടെ വിവരങ്ങളൊന്ന് പറയാമോ? പ്രവീണിന്റെ തൊട്ട് താഴെയുള്ളതാണ് അനിയനാണുള്ളത്. പ്രശാന്ത് എന്ത് ചെയ്യുന്നു? പഞ്ചായത്ത് മെമ്പറാണ്. ഏത് പഞ്ചായത്തിന്റെയാണ്? ഈസ്റ്റ് ലൈരി പഞ്ചായത്തിന്റെ പഞ്ചായത്ത് മെമ്പറാണ്. അങ്ങനെ സേവനം ചെയ്യുന്നുണ്ട്. എവിടെയാണ് താമസിക്കുന്നത്? പാലാവയലിൽ തന്നെയാണ് താമസിക്കുന്നത്. ഭാര്യയുടെ പേര് സൗമ്യ എന്നാണ് ഭാര്യയുടെ പേര്. വീട്ടുപേര് സ്ഥലവും പാറക്കൽ വീട്ടുപേര്. മുള്ളേരിയ പാറക്കൽ കുടുംബാംഗമായ സൗമ്യയാണ് പ്രശാന്തിന്റെ ഭാര്യ. അവർക്ക് എത്ര കുട്ടികളുണ്ട്? ഒരു പെൺകുട്ടിയേ ഉള്ളൂ.
ഏഞ്ചൽ എന്നാണ് ആ കുട്ടിയുടെ പേര്. പിന്നെ ഒരു അനിയനും കൂടെ ഉണ്ട് അല്ലേ? ഒരനിയനുണ്ട്, അനിയന്റെ പേര് പ്രദീപ്. പ്രദീപ് എന്നാണ് അനിയന്റെ പേര്. നിങ്ങൾ 3 ആൺകുട്ടികളാണ്. 3 ആൾക്കാരാണ്. അപ്പൊ പ്രദീപ് വിവാഹം കഴിഞ്ഞതല്ലേ? അതെ. പ്രദീപ് എവിടെയാണ്? അവനിപ്പം നേഴ്സായിട്ട് അയർലൻഡിൽ വർക്ക് ചെയ്യുന്നു. നേഴ്സായിട്ട് അയർലൻഡിൽ വർക്ക് ചെയ്യുന്നു. ഭാര്യയുടെ പേര് ബിൻസി. ബിൻസി. പുള്ളിയും അവന്റെ കൂടെ നേഴ്സായിട്ട് തന്നെ ഫാമിലി ഫാമിലി ആയിട്ട് അവിടെയാണ്. അയർലൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. ബിൻസിയുടെ വീട്ടുപേര് സ്ഥലം കിഴക്കേക്കരയിൽ. കിഴക്കേക്കരയിൽ നിന്നാണ് വീട്ടുപേര്. സ്ഥലം ഉരുപ്പുംകുറ്റി. ഉരുപ്പൻകുറ്റി. ഇരിട്ടിക്കടുത്ത് ഉരുപ്പൻകുറ്റി കിഴക്കേക്കര കുടുംബാംഗമാണ്. അവർക്ക് കുട്ടികൾ 2 പേരാണുള്ളത്. 2 കുട്ടികളാണുള്ളത്. മൂത്തത് മോളാണ്. മോളുടെ പേര് എഡ്രിയൻ. രണ്ടാമത്തെ മോനാണ് എഡ്വിൻ. എഡ്രിയൻ. അങ്ങനെ 2 കുട്ടികളാണ് അവർക്കുള്ളത്. അവര് ഫാമിലി ആയിട്ട് അവിടെ തന്നെയാണ്, അയർലൻഡിലാണ്. എത്ര വർഷമായി അവർ അയർലൻഡിൽ പോയിട്ട്? അവർക്ക് ഏകദേശം ഒരു 6 വർഷം. 6 വർഷമായി അയർലൻഡിന് പോയിട്ട്. അടുത്ത നിഷയുടെ നിങ്ങൾ എത്ര മക്കളുണ്ടായിരുന്നു? ഞങ്ങൾ 2 പേരാണ്. അതിനകത്ത് നിഷ മൂത്തതാണോ? മൂത്തതാണ്. ഇളയത് അനീതിയാണോ സഹോദരനാണോ? സഹോദരനാണ്. സഹോദരന്റെ പേര് മാർട്ടിൻ. മാർട്ടിൻ എന്ത് ചെയ്യുന്നു? അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യുന്നു. അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യുന്നു. മാർട്ടിന്റെ ഭാര്യയുടെ പേര് അഞ്ജു. അഞ്ജുവിന്റെ വീട് കോടഞ്ചേരി. വീട്ടുപേര് കിഴക്കേ. ഇപ്പൊ കിഴക്കേൽ കോടഞ്ചേരി കുടുംബാംഗമായ അഞ്ജുവാണ് സഹോദരന്റെ ഭാര്യ. അവർക്ക് എത്ര കുട്ടികളുണ്ട്? 2 കുട്ടികളാണ്. കുട്ടികളുടെ പേര് സാവിയോ കെവിൻ. അങ്ങനെ 2 കുട്ടികളാണ്. 2 ആൺകുട്ടികളാണ് അവർക്ക് ഉള്ളത്. ഇത്രയാണ് വീട്ടിലെ സഹോദരങ്ങളുടെ ഒരു ഡീറ്റെയിൽസ്. അമ്മച്ചി നിങ്ങളൊക്കെ എത്ര മക്കളായിരുന്നു? ഞങ്ങള് 6 പേരായിരുന്നു. അമ്മച്ചി എത്രാമത്തെ ആളാ? ഞാൻ അഞ്ചാമത്തെ ആളാണ്. എത്രയാണ്? എത്ര പെണ്ണോ? 3 ആണും 3 പെണ്ണും. 3 ആണും 3 പെണ്ണും. ഏറ്റവും മൂത്തതായ? മൂത്തത് ആങ്ങളുടെ പേര് വർക്കി. അവരെവിടെയാ താമസിക്കുന്നത്? അവര് വിലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. കോഴിക്കോട് അടുത്ത് വിലങ്ങാട് തന്നെ. അവർക്ക് എന്താ പരിപാടി? കൃഷി കാര്യങ്ങളാണോ? ഗൾഫിലായിരുന്നു. കൃഷി അത്യാവശ്യം ഉള്ളൂ. ഗൾഫിലായിരുന്നു. ഇപ്പൊ നാട്ടിലുണ്ട്. ഫാമിലി ആയിട്ട് ഗൾഫിലായിരുന്നോ? അല്ല, ഫാമിലി തന്നെ ഗൾഫിലായിരുന്നു. ഭാര്യയുടെ പേര് ലീലാമ്മയുടെ വീട് വളയത്താണ് സ്ഥലം. വീട്ടുപേര് പുള്ളോലിൽ നിന്നാണ് വീട്ടുപേര്. അവർക്ക് എത്ര മക്കളുണ്ട്? 3 മക്കളാണ് അവർക്കുള്ളത്. രണ്ടാമത്തെ ആള് ചേച്ചിയുടെ പേര് തങ്കമ്മ എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചി എവിടെ വിവാഹം ചെയ്ത് വിട്ടിരിക്കുന്നത്? ചിറ്റാരി, വിലങ്ങാടിനടുത്ത് ചിറ്റാരി എന്നുള്ള സ്ഥലത്താണ്. വീട്ടുപേര് മുഞ്ഞോലി. ഭർത്താവിന്റെ പേര് അബ്രാഹം എന്നാണ് ഭർത്താവിന്റെ പേര്. അവർക്ക് എത്ര കുട്ടികളുണ്ട്? അവർക്ക് 4 ആൺപിള്ളേര്. 4 ആൺമക്കളാണ് ഉള്ളത്. മൂന്നാമത്തെ ആള് ജോസ്. ജോസ് എവിടെയാ താമസിക്കുന്നത്? ബോംബെയിലാണ്. അവിടെ ജോലിയാണ്? പുറത്തായിരുന്നു, ഇപ്പം വിദേശത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ബോംബെ വന്ന് അവര് സെറ്റിൽ ആയിരിക്കുന്നതാണ്. അവരുടെ ഭാര്യയുടെ പേര് ഗ്രേസിയുടെ വീട്ടുപേര് സ്ഥലവും എറണാകുളം വൈലാശ്ശേരി കുടുംബാംഗമാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? 2 മക്കളാണ് ഉള്ളത്. നാലാമത്തെ ആള് തോമാച്ചൻ എവിടെയാ താമസിക്കുന്നത്? വിലങ്ങാട്. തറവാടിൽ തന്നെയാണ്. തറവാട്ട് മൂത്തയാങ്ങളെയാണ്. വിലങ്ങാട് അവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഭാര്യയുടെ പേര് മേരി എന്നാണ് ഭാര്യയുടെ പേര്. വീട്ടുപേര് സ്ഥലവും വട്ടക്കുന്നേൽ പാനോത്ത് വട്ടക്കുന്നേൽ കുടുംബാംഗമാണ്. അവർക്ക് എത്ര കുട്ടികളുണ്ട്? 3 കുട്ടികളാണ് ഉള്ളത്. അടുത്തത് ഏറ്റവും അഞ്ചാമത്തെ അമ്മച്ചി തന്നെയാണ്. അമ്മച്ചിക്ക് ഇളയ ഒരാളും കൂടെ അല്ലേ? ആളുടെ പേരെന്താ? സിസിലി. എവിടെ വിവാഹം ചെയ്തിരിക്കുന്നത്? കുഴിത്തോട്. വീട്ടുപേര് പുത്തൻപറമ്പിൽ. പുത്തൻപറമ്പിൽ ആരെ വിവാഹം ചെയ്തിരിക്കുന്നത്? ജോസാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അവർക്ക് എത്ര കുട്ടികളുണ്ട്? 3 കുട്ടികളാണ് ഉള്ളത്. ഇതാണ് ചില സഹോദരങ്ങളുടെ വിവരങ്ങള്. അമ്മച്ചിക്ക് പള്ളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തെല്ലാം? കുറച്ചു കാലം മാതൃവേദിക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഭാരഭാഗ്യമൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ചൊക്കെ. ഏത് പൊസിഷനിലായിരുന്നു? ഇന്ത്യ ഖജാൻജിയായിട്ട് പണത്തിന്റെ ദീർഘകാലം ഉണ്ടായിരുന്നു. കുറച്ചു കാലത്തിന്. പിന്നെ പള്ളി കമ്മിറ്റിയിലും അങ്ങനെ എന്തെങ്കിലും കമ്മിറ്റി ആയിട്ടൊന്നും പോയിട്ടില്ല. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പ്രവീണിന്റെ ഫാദർ അവരെത്ര മക്കളായിരുന്നു? 5 പേരാണ്. 5 പേരാണ്. അതിനകത്ത് ഏറ്റവും മൂത്തയാളാണ്
പ്രവീണിലേക്ക് ഫാദർ അപ്പച്ചൻ എന്ന് വിളിക്കുന്ന സെബാസ്റ്റ്യൻ. അദ്ദേഹം മരിച്ചുപോയി. തൊട്ട് താഴെയുള്ളവരാ കുട്ടി എന്ന് പറയുന്ന ആളാണ്. അവരെവിടെ താമസിക്കുന്നത്? മീനഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് മേരി. മേരിയുടെ വീട്ടുപേര് സ്ഥലം വെളിയത്തുനിന്നാണ് വീട്ടുപേര്. മലാങ്കടവാണ് അവരുടെ സ്ഥലം. അവർക്ക് എത്ര കുട്ടികളുണ്ട്? അവർക്ക് 3 പേരാണ്. 3 പേരാണ്. മൂത്തയാള് റെജി, രണ്ടാമത്തെ ആനന്ദ്, മൂന്നാമത്തെ മനു. അങ്ങനെ 3 കുട്ടികളാണ് അവർക്കുള്ളത്. മൂന്നാമത്തെ ആള് സണ്ണി എവിടെയാണ്? മീനഞ്ചേരി. അതായത് ഈ 2 സഹോദരങ്ങളും അടുത്തടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. നിങ്ങളും നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന അവിടെ തന്നെയായിരുന്നു അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് ഭാര്യയുടെ പേര് ആലീസ് എന്നാണ് ഭാര്യയുടെ പേര്. വീട്ടുപേര് സ്ഥലം നിലപ്പന. ചിറ്റാരിക്കാട് നിലപ്പന കുടുംബാംഗമാണ്. അവരുടെ മക്കള് എത്രയുണ്ട്? അവർ 2 പേരാണ്. 2 മക്കളാണ്. ഒന്ന് അഭിനന്ദും ആശയും. അങ്ങനെ 2 മക്കളാണ് ഉള്ളത്. നാലാമത്തെ ആള് ലിസി സഹോദരിയാണ്. ലിസി എവിടെ വിവാഹം ചെയ്തിരിക്കുന്നത്? പീഡിയക്കിലാണ്. സ്ഥലം മീൻതുള്ളി. ഇവിടെ അടുത്ത് തന്നെയുള്ള മീൻതുള്ളി എന്ന് പറയുന്ന സ്ഥലമാണ്. വീട്ടുപേര് പീഡിയക്കില് ജോയിച്ചനാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അവർക്ക് എത്ര കുട്ടികളുണ്ട്? അവർക്ക് 3 പേര്. 3 മക്കളാണ്. അവരുടെ പേര് ഒരാള് പ്രസാദ്, രണ്ടാമത്തെ ആള് സജീവ്, മൂന്നാമത്തെ ആള് ശില്പ. അങ്ങനെ 3 മക്കളാണ് അവർക്കുള്ളത്. ഏറ്റവും ഇളയ സഹോദരൻ ജോസ് എന്നാണ് പേര്. അവരെവിടെ താമസിക്കുന്നത്? അവർ ഇടവരമ്പാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ബിൻസി എന്നാണ് ഭാര്യയുടെ പേര്. വീട്ടുപേര് സ്ഥലം ഓലിക്കൽ. നിരത്തംതട്ട് എന്നുള്ള സ്ഥലത്ത് ഓലിക്കൽ കുടുംബാംഗമാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 പേര്. 3 മക്കളാണ് ഉള്ളത്. മക്കളുടെ പേര് മൂത്തയാള് മാത്യു, രണ്ടാമത്തെ ആള് തോമസ്, മോളുണ്ട് ചിന്നു. മോളുടെ പേര് ചിന്നു. അങ്ങനെ 3 മക്കളാണ് അവർക്ക് ഉള്ളത്. മോള് പഠിക്കുന്ന സ്കൂളിലെ കലാപരമായിട്ടോ കായികപരമായിട്ടോ ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നോ? എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കൂടുതലായിട്ട്? ഞാൻ പാട്ട് പാടും. കണ്ണൂര് സഹോദര മത്സരങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട്. സഹോദര മത്സരങ്ങൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ബി ഗ്രേഡ് ഒക്കെ ഉണ്ട്. പള്ളിയായിട്ട് ബന്ധപ്പെട്ട് കൊയറിലുണ്ട്. നിങ്ങൾ പാലാവയലാണ് അല്ലേ? പള്ളി കോയിലൊക്കെ പാടുന്ന കുട്ടിയാണ്. ഞങ്ങൾക്ക് വേണ്ടി ഒരു 2-3 ലൈൻ പാട്ട് പാടാമോ? ഉയരുന്നാഥനേ ഉലകിന്നാഥേരുളിൻ വീഥിയിൽ തിരിയായി നീ വരൂ. ആനന്ദമെന്നും അഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ. ഇന്റെ മുൾപാതയിൽ ഉൾപൂനി തൂകിടുന്നു. ഇന്റെ കണ്ണീർ കണം തൂവാല പോൽ മായ്ക്കുന്നു നീ. ഉയരുന്നാഥനേ ഉലകിന്നാഥേ ഇരുളിൻ വീഥിയിൽ തിരിയായി നീ വരൂ. വളരെ മനോഹരമായിട്ട് പാടി. കൺഗ്രാജുലേഷൻസ്. മോന് കലാപരമായിട്ടോ കായികപരമായിട്ടോ ഒക്കെയുള്ള പ്രവർത്തനങ്ങളുണ്ടോ? സ്പോർട്സിലുണ്ട്. സ്പോർട്സിൽ ഏതിനൊക്കെയാ ഉള്ളത്? ബാസ്കറ്റ്ബോള്, സ്വിമ്മിങ്, ചെസ്, ഫുട്ബോള്, കരാട്ടെ. അങ്ങനെ ഒത്തിരി മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കുന്ന കുട്ടിയാണ്. കരാട്ടെ ഏത് ബെൽറ്റ് ഉള്ളത്? ബ്ലൂ ബെൽറ്റ്. എത്ര വർഷമായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? 3 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ കായികപരമായിട്ടുള്ള ഗെയിംസിലും എല്ലാം നിരവധി പങ്കെടുക്കുന്നുണ്ട്. കൺഗ്രാജുലേഷൻസ്. ഇനി അതിന് നല്ല സമ്മാനങ്ങളൊക്കെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രവീണിന് ഈ ബിസിനസ് അല്ലാതെ സാമൂഹികപരമായിട്ടോ ഒക്കെയുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടോ? രാഷ്ട്രീയപരമായിട്ടോ? ലയൺസ് ക്ലബ്ബ് മെമ്പറാണ്. പിന്നെ വേറെ എന്തെങ്കിലും കൃഷി കാര്യങ്ങളുണ്ട്. അതുകൂടാതെ ബിസിനസ് ഉണ്ട്. മെയിൻ ബിസിനസ് ആണ്. അതിന്റെ കൂടെ കൃഷി കാര്യങ്ങളും കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.